എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വേദഭാഗം. വെളിപ്പാട് 7-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസെഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായിട്ടാണ് ഇവിടെ ദൈവദൂതൻ വരുന്നത്. ജീവനുള്ള ദൈവം ചില പ്രത്യേക ആശയങ്ങളെ കുറിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പുറജാതികളുടെ നിർജീവ ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് ജീവനുള്ള യഹോവ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ നമുക്കത് വായിക്കാം. മറ്റൊന്ന്, ദൈവം ജീവിക്കുന്നു എന്നുള്ള ശക്തീകരണം പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നതാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മൂന്നാമത്, ജീവനുള്ള ദൈവത്തിൽ മാത്രമേ വിശ്വാസിക്ക് സംതൃപ്തി അടയാൻ സാധ്യമാകത്തുള്ളൂ. 42-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മറ്റൊരു കാര്യം, ജീവനുള്ള ദൈവത്തെ അറിയുന്നത് എത്ര വലിയ പദവിയാണ് എന്ന് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ എഴുത്തുകാർ അങ്ങനെ പറയുന്നുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ജീവനുള്ള ദൈവം സാഹോദര്യവും സഹായവും ശക്തിയും സാമീപ്യവും പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. അവസാനമായി, ജീവനുള്ള ദൈവം ചിലപ്പോൾ വാഗ്ദത്തവും ചിലപ്പോൾ ഭീഷണിയും നൽകുന്നു. ഇത് രണ്ടും ഇസ്രായേൽ ജാതിയുടെ വ്യക്തമായ അനുഭവമാണ്. ദൈവം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് വാഗ്ദാനങ്ങളും ദൈവനിഷേധിക്ക് ഭീഷണികളും മുഴക്കുന്നത് പോലെയാണ്. മുദ്ര കുത്തുന്നതിനെ പറ്റി യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. അത് ഏറെക്കുറെ അതുപോലെയാണ് യോഹന്നാന്റെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് നൽകുന്ന ഈ ഒരു ചിത്രീകരണവും. കൊല ആരംഭിക്കുന്നതിന് മുൻപ് മഷി നിറച്ച കൊമ്പുമായി വരുന്ന പുരുഷൻ വിശ്വാസികളുടെ നെറ്റിയിൽ മുദ്ര കുത്തും. മറ്റുള്ളവരെ ശത്രുക്കൾ തൊട്ടുപോകരുതെന്ന് ആജ്ഞയും കൊടുക്കും. രാജാവിൻ്റെ മുദ്ര എന്ന ആശയം പൗരസ്ത്യ ദേശങ്ങളിൽ സുപരിചിതമായിരുന്നു. രാജാവിൻ്റെ മോതിരങ്ങളിൽ ഉള്ള അടയാളം അല്ലെങ്കിൽ ലിഖിതം കൊണ്ട് ആധികാരിക രേഖകൾ അദ്ദേഹം മുദ്ര വയ്ക്കുന്നു. രാജകീയ ഉടമസ്ഥതയുടെയും ആധികാരികതയുടെയും അടയാളമാണത്. മിസ്രയീമിലെ ഫറവോൻ യോസെഫിനെ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ തൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അധികാര ചിഹ്നമായി രാജകീയ മോതിരമേൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. അതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും ദാനിയേൽ 6, അങ്ങനെയൊക്കെ അവിടെയൊക്കെ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ മുദ്ര കുത്തപ്പെട്ട ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. അവർ ദൈവത്തിൻ്റെ നേരിട്ടുള്ള അധികാരത്തിലും സംരക്ഷണത്തിലുമാണ്. അനുവാദം കൂടാതെ മറ്റാർക്കും അവരുടെ മേൽ കൈവയ്ക്കാൻ സാധ്യമല്ല. ആദിമസഭയിൽ വിശുദ്ധ മാമോദീസായുടെ മുദ്ര എന്ന ആശയം ആവിർഭവിച്ചത് ഈ അർത്ഥത്തിലാണ്. ജ്ഞാനസ്നാനത്തിനുള്ള ഒരു സ്നാനാർത്ഥിയുടെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രയിടുന്നത് അയാൾ മേലാൽ ദൈവത്തിൻ്റെ വകയാണെന്ന പ്രഖ്യാപനവും രേഖപ്പെടുത്തലുമാണ്. ക്രിസ്ത്യാനി പരിശുദ്ധാത്മദാനത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ദൈവജനത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മദാനം. അത് ഒരാളിൻ്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ജീവിതത്തെ മുഴുവനുമേ എല്ലാം
ക്രിസ്തുവിന് വേർതിരിക്കപ്പെട്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റു ചില സംഗതികളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 144,000 വിശുദ്ധന്മാർ, ഇത് എണ്ണം തിട്ടപ്പെടുത്തുന്ന സംഖ്യ അല്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? 2 ആശയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, യോഹന്നാൻ്റെ കാലത്ത് കഠിന കഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരെ അത് കുറിക്കുന്നു. 9-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഭൂമിയിലെങ്ങും ഉള്ള സകല ജാതികളിൽ നിന്നും ദേശക്കാരിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും വിളിച്ച് വേർതിരിച്ച അസംഖ്യം വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് അവരെ ചേർക്കുന്നതായി നമ്മളിവിടെ കാണുന്നു. മറ്റൊരു കാര്യം, 144,000 ഒരു കൃത്യസംഖ്യയോ പരിമിത സംഖ്യയോ ഒന്നുമല്ല. പ്രാതിനിധ്യമുള്ള, പ്രതിരൂപാർത്ഥമുള്ള സംഖ്യയായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ അടങ്ങുന്ന പഴയ നിയമ സഭയിലെ വിശ്വാസികളും 12 അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ ക്രിസ്തു സഭയിലെ വിശ്വസ്ത സാക്ഷികളും ചേർന്ന് ചരിത്രാരംഭം മുതൽ അന്ത്യം വരെയുള്ള വിശുദ്ധ ഗണത്തിൻ്റെ പെരുക്കത്തെയാണ് ഈ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു സമ്പൂർണ്ണ സംഖ്യയുടെ പ്രതീകവും കൂടിയാണ് ഇത്. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം കേവലം 144,000 മാത്രം വരുന്ന ഒരു ചെറിയ കൂട്ടമാണെന്നോ അവരെ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞു എന്നോ അല്ല. നേരെ മറിച്ച് ഹാബേൽ മുതൽ ലോകാവസാനം വരെ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംഖ്യയില്ലാത്ത ഗണമാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് കാണിക്കുന്നതിനാണ് ഈ പ്രതിരൂപാർത്ഥമുള്ള സംഖ്യ ഉപയോഗിക്കുന്നത്. വീണ്ടെടുപ്പ് സമ്പൂർണ്ണ പര്യവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ ദർശനത്തിൻ്റെ ഒരു സാരം. ദൈവജനത്തിൻ്റെ പദവി യഹൂദ ജാതിക്ക് മാത്രം ഒതുക്കി നിർത്താവുന്നതല്ല. യഹൂദൻ്റെ ഒരു മതബോധം അങ്ങനെയായിരുന്നു, അവർക്ക് മാത്രം. അപ്പോൾ ചരിത്രത്തിലേക്ക് ക്രിസ്തു സഭയ്ക്ക് ലഭിച്ച പദവി ഇവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഭയെ വിളിച്ച് ആ സ്ഥാനത്താക്കിയിരിക്കുന്നുവെന്നും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ സമർത്ഥിക്കുന്നത് ഇവിടെ സംഗതമാണ്. അതുമാത്രമല്ല, ദൈവം ജാതികളെ പ്രകൃതിയിൽ കൂടിയുള്ള ദൈവ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലും ന്യായം വിധിക്കുമെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. റോമാലേഖനവും ഗലാത്യ ലേഖനം, ഫിലിപ്പ ലേഖനത്തിലെല്ലാം നമ്മളിത് വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഒരു വലിയ പദവി അവകാശവുമാണ് കർത്താവിനോട് കൂടെ നിത്യമായ ആരാധന നയിക്കുക എന്നത്. അങ്ങനെയുള്ള പദവിയിലേക്ക് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വലിയ കൂട്ടത്തെ, ജാതി മത ഭേദമൊന്നുമില്ലാതെ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം, ആ ഒരു ദർശനമാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കും ഈ വലിയ കൂട്ടത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ നിത്യമായി സ്തുതിക്കേണ്ടവരാകുന്നു എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നതിനും സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. ഇന്നത്തെ പകൽക്കാല ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കൃപയാൽ അടിയങ്ങളെ കാത്തു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുമ്പോൾ പ്രാർത്ഥനയോടുകൂടി സമർപ്പണത്തോടും കൂടിയാകുന്നു. ഇന്നത്തെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ബലപ്പെടുത്തി വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിറവ് പുതിയ വർഷത്തിൽ അനുഭവിപ്പാൻ സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും
പ്രിയരെ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.